എന്റെ പൊന്നിലാണ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. മര്യാദക്ക് പറഞ്ഞതല്ലേ രണ്ടടുത്ത്. അപ്പൊ നിയമം എഴുന്നള്ളിച്ചോണ്ട് വന്നേക്കുന്നു. അല്ലേ പോയി കേസ് കൊടുക്ക. കോടതിയും വഴക്കിനൊന്നും ഞാനില്ല. ഇന്ന് ഞാൻ ഈ കട ഒഴിഞ്ഞു വന്നേക്കാം. എന്റെ സാധനങ്ങൾ നശിപ്പിക്കല്ലേ. മര്യാദക്ക് പറയുന്നത് കേട്ടാൽ തനിക്ക് കൊള്ളാം. അല്ലെങ്കിൽ കുന്ത്രാണ്ട എല്ലാം കൂടി അടിച്ചു പൊളിച്ച് ഞാൻ തീയിടും. പറയേക്കാം. എന്താ അവിടെ സാർ? ഞങ്ങളുടെ കടയിലെ അയാൾ കച്ചവടം വെച്ചിരിക്കുന്നത്. ഒഴിയാൻ പറഞ്ഞിട്ട് ഒഴിയുന്നില്ല. നേരെ പറഞ്ഞപ്പോ മൂപ്പയിന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. എന്താ ഒഴിഞ്ഞു കൊടുക്കത്ത്? അടുത്ത മാസം 16-ാം തീയതി വരെയാണ് സാറ് വാടക ചീട്ട് എഴുതിയിരിക്കുന്നത്. ആ സമയം വരുമ്പോ ഞാൻ ഒഴിയാമെന്ന് പറഞ്ഞതാ. വാടക ചീട്ട് എവിടെ? അത് ഒരു കീറി കളിച്ചു സാർ. ഓഹോ, ഗുണ്ടായിസം കാണിക്കാണല്ലേ? നിങ്ങൾ രണ്ടുപേരും എന്നോട് സ്റ്റേഷനിലേക്ക് വരണം. സാർ ഒന്നിങ്ങി വന്നു. ഈ കടയുടമ എന്റെ ഒരു പാർട്ടിയാ. മാത്തൻ സാറിനോട് സൂചിപ്പിച്ചിരുന്ന കേസാ. സാറ് പറഞ്ഞതുകൊണ്ടാ ഇതൊക്കെ ചെയ്തത്. രായപ്പ, എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് നിങ്ങളിപ്പോ സംസാരിച്ചത്. ആരുടെ ഒത്താശ ചെയ്താലും തെറ്റ് തന്നെയാ. ഈ വേഷോട്ട് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി പറ്റൂ. തരണോ? എന്താ അവിടെ എന്താ വേളം? സാർ, ഇവര് കടയൊഴിപ്പിക്കാൻ. എന്താണോ കട ഒഴിയാത്തത്? തന്റെ തറവാട്ടോ സ്വത്തൊന്നും അല്ലല്ലോ. സാർ അത് സാർ, തെറ്റയാളുടെ ഭാഗത്തല്ല. ഇവരാണ് സാർ ഇവിടെ കിടന്ന് ഗുണ്ടായിസം കാണിച്ചത്. തെറ്റും ശരിയും തനിക്ക് എങ്ങനെ അറിയാം? വാടക ചീട്ട് പ്രകാരം ഇയാൾക്ക് ഇവിടെ 1 മാസം കൂടി കച്ചവടം നടത്താം. അത് കീറി കളഞ്ഞിട്ടാണ്. ശ്രീനിവാസ് സാർ പറഞ്ഞാ ശരി. യുവമാര് തണ്ടും തടിയും വെച്ച് എന്തും ചെയ്യാന്ന് കരുതി നടക്കുക. പാതമ്പളക്കാരന്റെ ഭാഗത്താ ന്യായം. ഉണ്ടായിച്ചോടെ നടക്കില്ല. പിള്ളേരുടെ നഷ്ടപരിഹാരം കൊടുക്കണം. പോലീസ് ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും ആ കടയുടെ ഓണറും സ്റ്റേഷനിലേക്ക് വാടോ. സാർ, ഞാനത് കൊല്ലം കുറയായി മാത്രം ഈ ചെറുപ്പം തുടങ്ങിയിട്ട്. താൻ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ മനഃപൂർവ്വം അല്ല ചെയ്തത്. ആൾക്കാരെ മുമ്പിൽ താൻ എന്നെ കൊച്ചാക്കായിരുന്നല്ലേ? തനിക്ക് എന്നെ ഓണം ശരിക്കും അറിയാൻ പാടില്ല. എന്താ എങ്ങോട്ടാ ശ്രീൻ സാറേ? ഞാൻ നാണുവിന്റെ ഇടവരുന്നു പോവാ. എന്താ ഉറങ്ങാറായില്ലേ? എവിടെ? വൺ മാൻ ഷോ അല്ലേ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കയറുന്നോ? നല്ല ചൂട് കാപ്പി ഇട്ട് തരാം. നല്ല 1-ാം ക്ലാസ് കട്ടൻ കാപ്പി. വേണ്ട, നേരം കുറേ വരട്ടെ. ശരി. സാറേ എഴുന്നേക്ക്. അമ്മാര് പോയി. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്താ രായപരമായിട്ട് പ്രശ്നം? ഇന്ന് രാവിലെ മാധവമുള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടായിരിക്കും. നാളെ രാവിലെ അകത്തേറ്റ് ഒന്ന് പെരുമാറിയാ മതി. ഇതിപ്പോ രായപ്പിന് മാത്രം ആവശ്യമായിരിക്കില്ല എന്നെ തല്ലുക എന്നുള്ളത്. വീട് വരെ ഞാനും വരാം. വേണ്ട, ഞാൻ പോകണം. സാറോടെ ഞാനും വരാം. ഇതാര് ചന്ദ്രിക? അയ്യോ, എന്ത് പറ്റി നെറ്റിയില്? എന്ത്? ഓ, അതൊന്ന് വീണതാ. നീ ഇന്ന് ടൈപ്പിന് പോയില്ലേ? എവിടെ വീണെന്ന്? സൈക്കിളിന്ന്. ഓ പിന്നെ, കൊച്ചുകുട്ടിയല്ലേ സൈക്കിളിന്ന് വീഴാൻ. സത്യം പറ, ആരെങ്കിലും വഴക്കിന് വന്നോ? ചന്ദ്രിക അല്ലാതെ വേറെ ആരാ എന്നോട് വഴക്കണവരാ?
എന്ത് പറ്റി ചന്ദ്രയ്ക്ക് ഒരു മാറ്റം? ഇന്നലെ ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു. എന്നിട്ട് അതുകൊണ്ട് രാവിലെ ഇങ്ങോട്ട് ഓടി വന്നേ. ഇപ്പൊ സമാധാനമില്ലേ? അയ്യോ ഞാൻ പോട്ടെ, അമ്മ അറിഞ്ഞിട്ടില്ല, തിരക്കും. അസീസോ മുതലാളില്ലേ? ഇല്ല, ഞാൻ വേറെ വഴി പോയിട്ട് വരാം. ഇവിടെ ആകെ പ്രശ്നമാണ്. കാശ് തന്നവർ കാവലി കിടക്കുക. എന്താ ഷോക്ക് വരാത്തത്? അറിയില്ല, ഒരാൾ എന്തോ ചുറ്റുകളി നടക്കുക. ആ ശ്രീനിവാസ് സാറ് അതോട്ടിരിക്കാമല്ലോ. വേണ്ട, ഇത് കൂടി ചേർത്തോ. അസീസേ, ഇത് ശ്രീനി സാർ, ഇവിടുത്തെ സ്റ്റേഷനിലാ. അസീസാണ് എനിക്ക് മുതലാളി എടുത്ത് ജോലി വാങ്ങിച്ചെന്നത്. ഞങ്ങൾ മദ്രാസിൽ കുറച്ചാളുണ്ടായിരുന്നു. കിള്ളിപ്പാലത്താണോ വീട്? നല്ല കണ്ടുപരിചയം തോന്നുന്നു. ഏയ് അല്ല, ഇവൻ പൂക്കോട്ടുകാരനാ, ആ ലൊക്കാലിറ്റിയിൽ ഫേമസാ. പൂക്കോട്ട് പണ്ടിയാൻ നാടകം കളിക്കാൻ വന്നിട്ടുണ്ട്. അതെ, ശരി. എന്തിനാ നീ എന്റെ സ്ഥലം പറയാൻ പോയത്? അയാൾ ഒരു പോലീസുകാരനല്ലേ? അതിനെന്താ, പുള്ളി നല്ല മനുഷ്യനാ. എന്നും കരുതി പണി പോലീസിലാണേ. നിന്റെ സകല വിവരവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഏയ്, ഞാനിങ്ങനെ അടുത്ത് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ കൂടുതൽ അടുക്കണ്ട, അയാളോടൊന്നല്ല നാട്ടുകാരോടൊന്നും. അതെന്താ? സേട്ടുവിന്റെ കൂടെ ജോലി ചെയ്യുമ്പോ അങ്ങനെയൊക്കെയാ. നിനക്കത് വഴിയെ മനസ്സിലാവും. അച്ഛാ വിളിക്കണ്ടേ? ആരേ? അല്ല, ഉണ്ണാൻ. ആരേ? ഓ, ശ്രീനി അല്ലേ? അവൻ ഹോട്ടലിൽ നിന്നുണ്ടോളും. അല്ല, ഞാൻ ശ്രീനേട്ടനോട് കരുതിയിട്ടുണ്ട്. നിന്നോട് ആര് പറഞ്ഞു അവനും കൂടെ കരുതാൻ? വിളി വിളി. എന്റെ പൊന്നി ഏട്ടന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. താൻ കുറച്ചു നാളായിട്ട് പറയുന്നതല്ലാതെ കാര്യം നടക്കുന്നില്ലല്ലോ. നാളെ സ്റ്റോക്ക് വന്നാൽ ഒരൊറ്റ ആളിന്റെ എല്ലാ സാധനം ഞാൻ തരും. ഇന്നത്തേക്ക് ഒരു ദിവസം നിങ്ങൾ ക്ഷമിക്കണം. കുറെ നാളായിട്ട് കേൾക്കുന്നല്ലോ ഈ സ്റ്റോക്കിന്റെ കാര്യം. അപ്പൊ നാളെ സ്റ്റോക്ക് വന്നില്ലെങ്കിലോ? താൻ ഞങ്ങളുടെ കാശ് മുടക്കി തരുമോ? അതെന്ത് ചോദ്യം? ഇവന്റെ ഓരോ എല്ലായിട്ട് ഞാൻ ഊരിയെടുക്കും. വടക്കേക്കരക്കാരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആണുങ്ങളായ അല്പം മോഷണമൊക്കെ ആകാം, ആളെ പറഞ്ഞു പറ്റിക്കരുത്. അതൊരു വക തണ്ടിത്തരോ. ഓടാ പട്ടി. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അടേ, ഒരു പോലീസുകാരന്റെ ജോലി എന്ന് വെച്ചാ അത്ര മോശമൊന്നുമല്ല അല്ലേ? ഏയ്, പരമാനന്ദ അല്ലേ? കളിയാക്കാതെ. ഒരു പോലീസുകാരൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആട്ടെ, എന്താ ഇപ്പൊ പോലീസുകാരൊക്കെ എടുത്തിരുന്നത്? അല്ല, നമ്മുടെ ശ്രീനിയെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? നല്ല കൊച്ചന, മര്യാദക്കാരൻ, തങ്കപ്പെട്ട സ്വഭാവം. എന്താപ്പോ? ചന്ദ്രയ്ക്ക് വേണ്ടി അവനെ ഒന്ന് ആലോചിച്ചാലോ? ഇന്നിപ്പോ അവര് കോൺസ്റ്റബിളാ, നാളെ ഹെഡ് കോൺസ്റ്റബിൾ ആവും, മറ്റന്നാ SI ആവും, പിന്നെ മുകളിലേക്ക് കയറി കയറി. ഒന്ന് ചുമ്മാ തിരിയെന്നേ. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചപ്പോ ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. SI ആവും, കിസൈ ആവും. എന്നിട്ടിപ്പൊ എന്തായി? അതിനിപ്പോ നിനക്ക് എന്താണ് ഒരു കുഴപ്പം? വർഷങ്ങൾ കുറെ ആയില്ലേ നീ എന്റെ കൂടെ പൊറുക്കാൻ തുടങ്ങിയിട്ട്. അത് പോട്ടെ, നീ പറ, നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? അവര് തമ്മിൽ നല്ല ചേർച്ചയാ. എനിക്ക് വിരോധമൊന്നുമില്ല, എങ്കിലും നമ്മൾ അവളോടുകൂടി ഒന്ന് ചോദിക്കണ്ടേ? നമ്മളൊന്ന് തീരുമാനിച്ചാ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവൂ? ഇല്ല, എനിക്ക് സമ്മതം.